ഇത്ര നല്ല സഖി എനിക്ക് ക്രിസ്തുവേ നിത്യ സ്നേഹത്തിൽ നിന്നോരോ നാളും എന്നെ ജീവനോ മരണത്തിനോ ലോകനായകങ്ങൾക്കോ പിരിപ്പാൻ കഴിയുകയില്ല. യേശുവേ സ്വന്തം ഞാൻ ജീവനോ മരണത്തിനോ ലോകനായകങ്ങൾക്കോ പിരിപ്പാൻ കഴിയുകയില്ല. യേശുവേ സ്വന്തം ഞാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും ആശംസകൾ അറിയിക്കുകയാണ്. ലോകത്തിലുള്ള നാനാജാതി മതസ്ഥർ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ക്രിസ്തുമസിൻ്റെ സീസണിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അർത്ഥം അറിഞ്ഞും അറിയാതെയൊക്കെയും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ സന്തോഷവും ആനന്ദവും നൽകുന്നതാണ്. എന്നാൽ അർത്ഥം അറിയാതെയുള്ള ആഘോഷങ്ങളിൽ സ്വർഗം ദുഃഖിക്കുന്നുണ്ട്. ഓരോ ക്രിസ്തുമസും ആഘോഷിക്കപ്പെടുമ്പോൾ ആഘോഷിക്കുന്നവർ യേശുക്രിസ്തു എന്തിനാണ് ജനിച്ചതെന്ന് അറിഞ്ഞ് ആഘോഷിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ധനാഢ്യരായ മാതാപിതാക്കൾ അവരുടെ ഏക മകൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയൊക്കെയും ആ പിറന്നാൾ ആഘോഷത്തിനു വേണ്ടി അവർ ക്ഷണിച്ചു. പട്ടണത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹോട്ടൽ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചു. ആ ദിവസം വന്നെത്തിയപ്പോൾ ആ ക്ഷണിക്കപ്പെട്ടവരെല്ലാം സമ്മാനങ്ങളുമായിട്ട് ആ പിറന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി അവിടെ വന്നു. മദ്യവും നൃത്തവും വിഭവസമൃദ്ധമായിരിക്കുന്ന ആഹാരങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആഘോഷം അരങ്ങ് തകർക്കുമ്പോൾ ആഘോഷം കൊഴുപ്പിക്കുവാൻ വേണ്ടി ഈ പിറന്നാൾ പയ്യൻ്റെ കൂട്ടുകാർ മാതാപിതാക്കളോട് ചോദിച്ചു, എന്തിയേ ആളെ കാണുന്നില്ലല്ലോ, വിളിച്ചുകൊണ്ട് വാ, എവിടെയാ പയ്യൻ? അപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഓ അവന് ഇതിനൊന്നും താല്പര്യമില്ല, അവൻ വരത്തില്ല, അവൻ വീട്ടിലാണ് ഉള്ളത്. പ്രിയരെ, നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും ഇതുപോലെയാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം നെയ്യില്ലാത്ത നെയ്യപ്പം പോലെ ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു സീസണിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ ലഘു സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ജനനം എന്തിനായിരുന്നു ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്തിനായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ ജനനം ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. പ്രശസ്ത കവി രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഓരോ പിറവിയും ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇനിയും അസ്തമിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പിറവി ദൈവം ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ പ്രതീക്ഷയാണ്. അതെ, യേശുക്രിസ്തുവിൻ്റെ ജനനം ദൈവം ലോകത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായ പ്രതീക്ഷയാണ്. അതെ, ഈ ലോകത്തിലെ മനുഷ്യർക്കും ഭൂമിക്കും പ്രപഞ്ചത്തിനും ലഭിക്കാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മഹത്തായ സമ്മാനമാണ് യേശുക്രിസ്തു. ഈ ഭൂമിയിൽ ജന്മമെടുത്ത പലരും പല അവതാരങ്ങളും ദുഷ്ടമനുഷ്യരെ നശിപ്പിച്ച് നല്ലവരെ രക്ഷിക്കുവാൻ വേണ്ടി വന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് അവൻ ദുഷ്ടമനുഷ്യരെ
നശിപ്പിച്ച് നല്ലവരെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ലോകത്തിലെ സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ രക്ഷിക്കാൻ വേണ്ടി വന്നത്. ആരാണ് പാപികൾ? തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവെഴുത്തെന്ന് പറയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയരെ, ദൈവം പുത്രനെ നൽകിയപ്പോൾ, ദൈവം ആ കാര്യം നടപ്പിലാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ്. നമ്മുടെ കർത്താവിൻ്റെ മറ്റൊരു പേരുണ്ട്, ഇമ്മാനുവേൽ, അർത്ഥം ദൈവം നമ്മോട് കൂടെ. ആംഗ്ലിക്കൻ ബിഷപ്പായിരിക്കുന്ന G.L. കിങ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇൻ ക്രിസ്മസ് ദ അൾട്ടിമേറ്റ് ഹാസ് ബിക്കം ഇൻറ്റിമേറ്റ്. എന്താണ്? ക്രിസ്തുമസിൽ ആത്യന്തികമായത് അടുപ്പമുള്ളതായി മാറുന്നു. ദൈവം നമ്മോട് കൂടെ. ഒരിക്കൽ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ തോളത്ത് തട്ടി ഉറക്കുകയാണ്, പാട്ടുപാടി ഉറക്കുകയാണ്. ഉറങ്ങിയതിന് ശേഷം ആ കുഞ്ഞിനെ മാതാവ് ഒരു കട്ടിലിൽ കിടത്തി. അതിനുശേഷം പുതപ്പെടുത്ത് ആ കുഞ്ഞിനെ പുതപ്പിച്ചതിന് ശേഷം താൻ അടുക്കളയിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞ് ഞെട്ടിയുണർന്നു. അമ്മേ, അമ്മ എന്നെ ഇട്ടിട്ട് പോകരുത്, എനിക്ക് പേടിയാണ്. ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ എന്തിനാ പേടിക്കുന്നത്? ദൈവം നിന്റെ കൂടെ ഉണ്ടല്ലോ. എന്നാൽ ആ കുഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മേ, അതിനെനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ലല്ലോ. നോക്കൂ പ്രിയരെ, കാണുവാനും കേൾക്കുവാനും തൊടുവാനും രുചിക്കുവാനും ഒന്നും കഴിയാതിരുന്ന ദൂരസ്ഥനായിരുന്ന ദൈവം സമീപത്തു വന്നതാണ് ക്രിസ്തുമസ്. അതെ, ദൂരസ്ഥനായ ദൈവം സമീപത്തു വന്നതാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ പറഞ്ഞത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായതാണ്. ദൈവം മനുഷ്യനായിട്ട് എന്താണ് ചെയ്തത്? 33.5 തിരുവയസ്സാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. 3.5 വർഷമാണ് യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തത്. ആ 3.5 വർഷം യേശു കർത്താവ് എന്താണ് ചെയ്തത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10:38 ഇങ്ങനെ പറയുന്നു, അവൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. അവൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ സഞ്ചരിക്കുന്ന നന്മയാണ് ക്രിസ്മസ്. എവിടേക്കാണ് യേശു സഞ്ചരിച്ചത്? മറിച്ച് ചോദിക്കാം, എവിടേക്കാണ് യേശു സഞ്ചരിക്കാതെ ഇരുന്നത്? എല്ലാവർക്കുമുള്ള സന്ദേശം യേശുവിൻ്റെ കൈവശമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവർ, അവരുടെ അരികിലേക്ക് യേശു സഞ്ചരിച്ചു. അവരെ തൊട്ടു, അവരെ സൗഖ്യമാക്കി, അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, അവർക്ക് നന്മ ചെയ്തു. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ വേറൊരാൾ ഉലകത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, ഇനി ഉണ്ടാകത്തുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അതെ, യേശു നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. എന്താണ് യേശു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ നന്മ? അത് ഒരു വഴി വെട്ടി തുറന്നതാണ്. ഏത് വഴി? ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള വഴി. പാപനിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ യേശു വെട്ടിത്തുറന്ന വഴി. അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, യേശു തൻ്റെ ദേഹമെന്ന തിരശീല രണ്ടായി ചീന്തി ജീവനുള്ള പുതുവഴി തുറന്നു. അമേരിക്കയിലെ
ഒരു പ്രശസ്തമായ സ്ഥാപനമാണ് സമ്മാനങ്ങൾ പൊതിയുന്നതിനു വേണ്ടി ഗിഫ്റ്റ് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ഒരു ക്രിസ്മസിൻ്റെ സീസണിൽ ആ കമ്പനിയുടെ ഉടമസ്ഥൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കുന്ന മനോഹരമായിരിക്കുന്ന ഈ വർണ്ണക്കടലാസ് അത് കീറപ്പെടുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, മനോഹരമായിരിക്കുന്ന ഈ വർണ്ണക്കടലാസ് കീറപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്? പേപ്പർ കീറുമ്പോൾ ദുഃഖിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആ മനോഹരമായ പേപ്പർ കീറപ്പെടുമ്പോഴാണ് യഥാർത്ഥമായി ലഭിക്കേണ്ടയാൾക്ക് ആ സമ്മാനം ലഭിക്കുന്നത്. പ്രിയരെ, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ എന്ന സമ്മാനം ലഭിക്കേണ്ടതിന് യേശു തൻ്റെ ദേഹമെന്ന തിരശീല രണ്ടായി കീറി. ബിഷപ്പ് ഫുൾട്ടൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഏതൊരു ശിശുവും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, എന്നാൽ ബേത്ലഹേമിൽ യേശു പിറന്നു വീണത് മരിക്കാൻ വേണ്ടിയാണ്. ബൈബിൾ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. എന്താണ് ക്രിസ്മസ്? മരിക്കാനായി വന്നവൻ മരിച്ചു. എന്നാൽ സംഭവം അവിടെ കൊണ്ട് തീരുന്നില്ല. മരണത്തെ ജയിച്ച് 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഒരിക്കൽ ഒരു നിരീശ്വരവാദി ബിഷപ്പ് ടാരി ലാൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല, 3-4 പേര് കൂടിയാൽ അത് ആർക്ക് വേണമെങ്കിലും സ്ഥാപിക്കുവാൻ കഴിയും, ഇത് വലിയ സംഭവമൊന്നുമല്ല. ബിഷപ്പ് അല്പമൊന്ന് പുഞ്ചിരിച്ചിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ശരിയാ, ആർക്ക് വേണമെങ്കിലും അത് ആരംഭിക്കുവാൻ കഴിയും, എന്നാൽ ഒരു കാര്യം നിശ്ചയമായിട്ട് നടക്കണം, ഒരു മനുഷ്യൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കണം. എന്താണ് ക്രിസ്മസ്? അത് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. അത് ദൈവം മനുഷ്യനായി വന്നതാണ്. അത് നന്മയുടെ സഞ്ചാരമാണ്. അത് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടിത്തുറന്നതാണ്. അതിനുവേണ്ടി ദേഹമെന്ന തിരശീല യേശു രണ്ടായി ചിന്തിയതാണ്. ആ യേശു മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതാണ്. തന്നെ കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ ആ യേശു വേഗം വരുന്നതാണ്. അതേ പ്രിയരെ, ക്രിസ്തുമസ് എന്ന് പറയുന്നത് കേവലം യേശുവിൻ്റെ ജനനം മാത്രമല്ല, വലിയ ആത്മീക മർമ്മങ്ങൾ അതിനകത്തുണ്ട്. അതെ, അതുകൊണ്ട് അറിയണം. ആരെ അറിയണം? യേശുവിനെ അറിയണം. ഈ ക്രിസ്മസ് യേശുവിനെ അറിഞ്ഞ് ആഘോഷിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സംഗീതം മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗൗരിയാഗീതം മാലാഖമാർ പാടി മധുര സംഗീതം മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗൗരിയാഗീതം സർവം ചമച്ച കാരുണ്യരൂപൻ നരനായി മണ്ണിൽ അവതരിച്ചു. കാലിത്തൊഴുത്തിൽ പിറന്നു കാരുണ്യവർഷം
കന്യകയിൽ നിന്നു ജാതനായി. മാലാഖമാർ പാടി മധുര സംഗീതം മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗ്ലോറിയാഗീതം. രാപാത്തിരുന്നു രാജപാലകർ തൻ ചാരത്തണഞ്ഞു ദൂതർ. സദ്വാർത്ത നൽകുകയായി സർവേശ്വപുത്രൻ പിറന്നു. രാപാർത്തിരുന്നു രാജപാലകർ തൻ ചാരത്തണഞ്ഞു ദൂതർ. മഹിമ വെടിഞ്ഞു മഹിയിൽ കന്യകയിൽ നിന്നു ജാതനായി. മാലാഖമാർ പാടി മധുര സംഗീതം മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗ്ലോറിയാഗീതം. മാലാഖമാർ പാടി മധുര സംഗീതം മഞ്ഞു പെയ്യും രാവിൽ മണ്ണിൽ വന്നവനായി ഗ്ലോറിയാഗീതം.